അത് ശരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങേക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നുള്ളതാണ് പ്രചരണം. ഇല്ല, വാസ്തവം ഉണ്ടായിരുന്നു? അതിലൊന്നും വാസ്തവമൊന്നുമില്ല. അങ്ങ് തന്നെ ഇതിവിടെ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യത്തോടു കൂടിയാണ് ഒപ്പിട്ടത്. അത് ബോധ്യത്തോടു കൂടിയാണ് ഒപ്പിട്ടത് എന്ന് മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളും ഈ കാശ് വാങ്ങി ഒപ്പിട്ടിട്ട് കാശ് വാങ്ങിയിരുന്നിട്ട് നടപ്പിലാക്കിയില്ല. അത് തന്നെയായിരുന്നു നമ്മുടെ പരിപാടി. ഞാനിപ്പോ ആദ്യമായി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നു, പൈസ വാങ്ങിയിട്ട് നടപ്പിലാക്കാതിരുന്നാൽ മതിയല്ലോ. അതാണ് അങ്ങ് അന്ന് പറയുകയും ചെയ്തു, പൈസ വാങ്ങട്ടെ, ബാക്കി നമുക്ക് തീരുമാനിക്കാം. അതെ, അത്ര തന്നെ. അപ്പോൾ ആണ് അതിന് എതിർപ്പ് വന്നത്. എതിർപ്പ് വന്നപ്പോൾ പിന്നെ അത് ഒരു കമ്മിറ്റി, ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇതിന് യോഗം കൂടിയിട്ടുമില്ല, പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പ്രഖ്യാപിച്ചു, ഇനി PMC കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഒപ്പിട്ടതിന് ശേഷം പിന്നെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇപ്പോൾ നമുക്ക് 2000 കോടിയാണ് തരാനുള്ളത്. അതാണ് നമ്മളെ അവർ ശിക്ഷിക്കുന്നത്. ആ 2000 കോടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പരസ്യമായിട്ട് പിന്നെ മറുപടി ചോദിച്ചുകൊണ്ട് ഞാൻ പത്രസമ്മേളനം രാവിലെ നടത്തിയിട്ടുണ്ട്. ആ 2000 കോടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ യൂണിഫോം, കുട്ടികളുടെ പാഠപുസ്തകം, 7000 അധ്യാപകരുടെ പിന്നെ ശമ്പളം, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പിന്നെ ആവശ്യങ്ങൾ, അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ 2000 കോടി കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഇതാണ് അതിനകത്ത്. അപ്പം അങ്ങനെ PMC പദ്ധതി നടപ്പാക്കി BJPക്ക് കീഴടങ്ങാൻ വേണ്ടിയല്ല, ആ പദ്ധതി എങ്ങനെയെങ്കിലും 2000 കോടി SSKയുടെ വാങ്ങിയെടുക്കുക, ഒപ്പിട്ടതിന് ശേഷം തുറന്നു പറയുന്നു അത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന നിശ്ചയ തീരുമാനത്തോടു കൂടിയാണ് അങ്ങനെ നീക്കം നടത്തിയത്. എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം അല്ലേ? കറക്റ്റ്. എങ്ങനെയെങ്കിലും എന്നുള്ള വാക്കാണ് ശരി. എങ്ങനെയെങ്കിലും വാങ്ങിയെടുത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അതായിരുന്നു തീരുമാനം. ദാറ്റ്സ് വെരി ക്ലിയർ. മറ്റാരുണ്ട് LDF അല്ലാതെ?